I thank the name of the Lord. സഭയായി അരിയലയ്ക്ക് വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ദൈവം നിന്റെ മകൾക്ക് പൂർണ്ണമായ സൗഖ്യം നൽകുമാറാകട്ടെ. Let us continue to pray for baby Ariella as an assembly, and may the Lord give her complete healing. ഇന്ന് രാവിലത്തെ ഒരു ചെറിയ ചിന്തയ്ക്കായി ചില നോട്ടുകളൊക്കെ ഞാൻ എഴുതിയെടുത്ത് കയ്യിലെടുത്തിട്ടുണ്ട്. എന്നെ ചിന്തിപ്പിച്ചത്, എന്നോട് വചനത്തിൽ നിന്ന് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ഭാഗമാണ് വെളിപ്പാട് പുസ്തകം. When I was asked to speak, I have some notes that I have with me to share with you this morning. But as I was asked to speak, one of the passages that came to my mind was from Revelation. വെളിപ്പാട് പുസ്തകത്തിൻ്റെ കുറിച്ച് നാം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, if we try to summarize the book of Revelation in one sentence, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവും അതിന് ശേഷം നടക്കുന്ന സംഭവങ്ങളുടെ ഒരു വെളിപ്പാടാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത്. What we see and read in this book of Revelation is the revelation of the return of the Lord Jesus Christ and what happens after. എന്താണ് വെളിപ്പാട് എന്ന് പറഞ്ഞാൽ? What does that mean when you say revelation? Revelation, what is revelation means? മറഞ്ഞിരിക്കുന്ന ഒരു സത്യം വെളിപ്പെടുവാൻ ഈ ഡോറ് ഞാൻ തുറന്നെങ്കിൽ മാത്രമേ എനിക്ക് ആ വെളിയിലുള്ള വസ്തുക്കൾ കാണാൻ സാധിക്കൂ. That's the meaning. Yeah, the concept is that something that's hidden is now opened up and revealed. If you will only see what's outside the door or what's on the other side of the door, if I open that door, and that's the concept. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് മരിച്ച് അടക്കപ്പെട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലായിരിക്കുന്ന ഈ ജഡശരീരം കൊണ്ട് കർത്താവിനെ നമുക്ക് കാണുക സാധ്യമല്ല. You know, the Lord Jesus Christ, who came into this world, who died, who was buried and resurrected and now ascended into heaven, it's not possible for us to see him in this physical bodies. ഞാൻ വെളിപ്പാട് പുസ്തകത്തിന്റെ ആദ്യത്തെ ഒന്നാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കുവാൻ ഉള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവനു കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. Revelation chapter 1 verse 1. Apologize, I read from Holman Christian Standard Version, so the servants translated as slaves. So just aware of that. Revelation chapter 1 verse 1, the revelation of Jesus Christ that God gave him to show his slaves what must quickly take place. He sent it and signified it through his angel to his slave John. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം ആണ് വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു സമ്മറി എന്നാണ് ഞാൻ വായിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. You know, in my reading, what I understood is the Revelation chapter 1 can be considered as a summary of the whole of Revelation. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ദൂതന്മാർക്ക് നൽകി, ദൂതന്മാർ യോഹന്നാന് നൽകി, യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്ക് നൽകി, അത് നമ്മൾക്കും നൽകിയിരിക്കുന്ന ഒരു സന്ദേശമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വരുവാനുള്ള ഭാവിയിലുള്ള നടക്കുവാൻ പോകുന്ന സംഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. In verses 1 through 8, the summary, what we see there is the revelation that God is revealing to the churches in Asia or in Asia, but the chain of translation is from the Lord Jesus to the 7 spirits to John, to Apostle John, who then gives those messages to those churches. എന്നാൽ 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം യോഹന്നാൻ ലഭിക്കുക.
But what we see in verse 9 through 20 is a revelation of the vision of the Lord Jesus Christ that Apostle John is now seeing. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഈ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. And if you think about it, these are the two main things that we see recorded in the whole of Revelation. അതിനെ പല രീതിയിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു, ഭൂമിയിലേക്കല്ല മധ്യാകാശത്തിലേക്ക് വരുന്നു. വിശുദ്ധന്മാർ കർത്താവിനെതിരായ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള അനേക മഹാഉദ്രവം, സാത്താന്റെ ഭാവി, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ പൂർണ്ണമായ ഇതെന്ന് പറയുന്നത് നാം വെളിപ്പാട് പുസ്തകത്തിൻ്റെ മെയിൻ സബ്ജക്റ്റ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു വന്നില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കുകയില്ല. You know, as you continue to read in the rest of Revelation, there's more details given regarding the return of the Lord in the clouds, regarding tribulation. There's a lot more details that you will see in the rest of the chapters in the Revelation. But the main theme, if you can consider in the book of Revelation, is the revealing of the Lord Jesus Christ himself. ഈ വെളിപ്പാട് പുസ്തകത്തിൽ അനേക ഇമ്പോർട്ടൻറ്റ് വേഴ്സസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടൻറ്റ് വേഴ്സസ്. പക്ഷേ അതൊന്നും വായിക്കാൻ നമുക്ക് സമയമില്ല. There's a lot of important verses that we find in Revelation, and I don't have time to read all of that. ഞാൻ ഒരു വേദവാക്യം മാത്രം ഈ പറഞ്ഞതിന് അടിസ്ഥാനമാക്കി ഒരു വേദവാക്യം മാത്രം ഞാൻ ആക്ച്വലി I'll read just one verse in regards to this. 1-ാം അധ്യായം 19-ാം വാക്യം. Revelation chapter 1 verse 19. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനുള്ളതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻവിളക്കുകളുടെ വിവരവും എഴുതുക. Therefore write what you have seen, what is and what will take place after this. The secret of the 7 stars you saw in my right hand and of the 7 golden stamps is this. നാം വായിച്ച ഈ ഒന്നാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ യോഹന്നാൻ കണ്ടത് എന്താണ്? You know, what did Apostle John see as we read through chapter 1? യോഹന്നാൻ കണ്ടത് കർത്താവായ യേശു ക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ വെളിപ്പാടാണ് യോഹന്നാൻ കണ്ടത്. What John saw was a revelation of the Lord Jesus Christ seated on the throne. ഇപ്പോൾ ഉള്ളത് എന്താണ്? What is it right now? സഭ, the church. സഭയാണ് ഇപ്പോൾ ഉള്ളത്. That's what it is right now in her. ആ സഭയുടെ ദർശനമാണ് യോഹന്നാന് ലഭിച്ചത്. And the revelation to the churches regarding that is what we see there. ഇനി സംഭവിക്കാനുള്ളത് എന്താണ്? What is now set to happen after this? 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ഇതിന്റെ രണ്ടാമത്തെ വരവാണ് ഇനി സംഭവിക്കാനുള്ളത്. What we see again in chapter 1 is that his coming, his return is what should happen next. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും സംഭവിക്കാനുള്ളതും നീ എഴുതുക എന്നാണ് യോഹന്നാനോട് പറഞ്ഞത്. What you saw, the things that are going to happen, that is what John is asked to write. എഴുതി നീ ആസിയയിലുള്ള 7 സഭകൾക്ക് അറിയിക്കുക. You write it down and you give it to the 7 churches in Asia. പ്രിയമുള്ളവരെ, എനിക്ക് ഈ വേദവാക്യം വായിച്ചപ്പോൾ ഒരു പ്രത്യേക ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത്, കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ തുടങ്ങട്ടെ. യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നല്ലവണ്ണം യോഹന്നാൻ അറിയാവുന്നു. You know, when you think about Apostle John, we can say that he knew the Lord Jesus very well. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. നാം ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന് കിടക്കുവാൻ ഒരു സ്ഥലമില്ലാതെ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പുൽക്കൂട്ടിലാണ് കിടത്തിയത്, അല്ലേ? Yeah, when the Lord Jesus came into this earth, he did not have a place to lay down his head, a place to be born. There was no room for him in the inn, and we see that he was placed in the manger. യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ ഏറ്റവും
കർത്താവിനെ സ്നേഹിച്ച ഒരു ശിഷ്യനായിരുന്നു യോഹന്നാൻ. Apostle John is the one who loved the Lord the most in that 3.5 years spanning the earthly ministry. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികളും അടയാളങ്ങളും പഠിപ്പിക്കലും എല്ലാം ഏറ്റവും അടുത്ത് കണ്ട് കർത്താവിനോടുകൂടി ചാരി നടന്ന ആ ശിഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം താഴെ നിന്ന് കാണുകയാണ്. And we see Apostle John, the one who spent intimate moments with the Lord Jesus Christ, seeing firsthand with his own eyes the miracles that the Lord did, and one who stood by the cross and see the Lord Jesus die. കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ രാവിലെ കർത്താവിന്റെ കല്ലറയിലേക്ക് ചെന്ന ആദ്യത്തെ ശിഷ്യൻ യോഹന്നാനായിരുന്നു. And he was the disciple who came into that empty tomb the first on the morning of resurrection. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർ കൂടിയിരുന്ന മുറിയിൽ അവർക്ക് പ്രത്യക്ഷനായി അപ്പോൾ യോഹന്നാൻ അവിടെ ഉണ്ടായിരുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. We see that John was there when the Lord Jesus came into the midst of the disciples in that close room. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ ഒലിവുമലയിൽ വിളിച്ച് അവരെ അനുഗ്രഹിച്ച ശേഷം കർത്താവ് സ്വർഗാരോഹണം ചെയ്യുകയാണ്. The Lord called his disciples to the Mount of Olives. He blesses them and he ascends to heaven. അതിനുശേഷം യോഹന്നാൻ എങ്ങനെ ഏതൊക്കെ വെളിപ്പാട് കർത്താവിനെ കുറിച്ച് ഉണ്ടായി എന്ന് ബൈബിളിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. And we don't see any other moments recorded in the Bible of any other revelation that John is receiving from the Lord Jesus. ഇത്ര വലിയ ഒരു കർത്താവ് യോഹന്നാനിൽ നിന്നും വേർപെട്ടു പോയത് യോഹന്നാൻ എപ്പോഴും വിഷമമുള്ളാക്കുന്ന ഒരു കാര്യമായിരിക്കാം. Someone that he was very close to. How John would have probably been saddened by the fact that the Lord is no longer with him. ആ കാലത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ റോമ സാമ്രാജ്യത്തിൽ ഡൊമീഷ്യൻ ചക്രവർത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് യോഹന്നാൻ എഫസോസിൽ അന്ന് ശുശ്രൂഷയിലായിരിക്കുന്ന കാലത്ത് ഡൊമീഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ ഒത്തിരി ഉപദ്രവിച്ചു. The emperor or the Roman emperor was Domitius, and he was persecuting the Christians a lot. It was during this time that John was serving in Ephesus. പല ക്രിസ്ത്യാനികളും അന്ത്യോക്യയിലേക്കും ഏഷ്യ മൈനറിലേക്കും കുടിയേറി പാർക്കുവാനിടയായി. And because of the persecution, a lot of Christians are now having moved to Antioch and other places in Asia Minor. യോഹന്നാൻ സ്നാപകനെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി പത്മോസ് ദ്വീപിൽ യോഹന്നാൻ ആയിരിക്കുന്ന സമയമാണ് കർത്താവിന്റെ പ്രത്യക്ഷത. And John was sent to the island of Patmos, and that is where this revelation of the Lord Jesus is happening to Apostle John. പ്രിയമുള്ളവരെ, അന്നും ഇന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ദർശനം നമുക്ക് വേണ്ടി ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട്, ഇപ്പോഴും ഉണ്ടെന്ന് ഉള്ള ഒരു ദർശനം എത്രയോ സംതൃപ്തിയും ആശ്വാസവും പ്രതീക്ഷയും നമ്മുടെ ജീവിതത്തിൽ നൽകുന്നുവെന്ന് നാം ഓർക്കുക. How much satisfaction and joy and hope it gives us to read through John the revelation of the Lord Jesus Christ, who's now seated in heaven for us. സുവിശേഷങ്ങളിൽ നാം യേശുക്രിസ്തുവിനെ കുറിച്ച് അനേക കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. We see and learn a lot about the Lord Jesus Christ through the Gospels. എന്നാൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ് നമ്മുടെ കർത്താവിനെ നാം കൂടുതലായി തേജസ്കരിക്കപ്പെട്ട നമ്മുടെ കർത്താവിനെ കൂടുതലായി മനസ്സിലാക്കുവാൻ ഈ വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ നമ്മെ അത് സഹായിക്കുന്നതാണ്. But what we see in the Gospels is the earthly account, but the window is open into the glorified Lord Jesus Christ and the position that he holds, and that is what we understand and learn more as we study Revelation. യോഹന്നാൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് സിംഹാസനത്തിലിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ യോഹന്നാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് 1:17.
when John saw the vision of the Lord Jesus Christ in his glorified state, seated at the right hand of the Father, we read in verse 17 what his response was. When I saw him, I fell at his feet like a dead man. He laid his right hand on me and said, "Don't be afraid. I'm the first and the last." പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളും പ്രതികൂലമുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് സ്വർഗത്തിലുണ്ട്. അവൻ നമ്മളെ ചേർക്കാൻ വരുമെന്നുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. You know, it should be constantly on the top of our minds that our Lord, even in the midst of trials of life, that our Lord is seated in heaven and he is coming back to take us home to be with him one day. ഈ വെളിപ്പാട് പുസ്തകത്തിൽ അനേക പ്രത്യേക വാക്കുകൾ പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കും. There's very specific words used that we see only in Revelation. അതിലൊന്ന് Revelation 1:3. The first one we see in Revelation chapter 1 verse 3. അതൊരു ബ്ലെസ്സിംഗ് ആണ്. It is a blessing that's announced there. The one, Please read. yeah, the one who reads this is blessed, and those who hear the words of this prophecy and keep what is written in it are blessed, because the time is near. So പ്രിയമുള്ളവരെ, നാം ഈ പുസ്തകം വായിക്കുകയും എനിക്ക് വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് ഞാൻ ചില ദിവസങ്ങളായി സ്റ്റഡി ചെയ്തപ്പോഴാണ് ഇതിന്റെ മാഹാത്മ്യം എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. You know, it's when I spend some days and weeks studying Revelation that I began to understand the wonder of this book. ഇത് കേൾക്കുന്നവരും ഇത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പൂർണ്ണമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിവരിക്കുന്ന ബുക്കാണ്. You know, the one who reads, the one who hears the words of this prophecy and keeps it is blessed. Why? Because this is a revelation of the Lord Jesus Christ. വേറൊരു ഇമ്പോർട്ടന്റ് മെസ്സേജ് ഈ ബുക്കിനകത്തുള്ളത് പിന്നെ ഞാൻ പറയട്ടെ, Revelation 22:10. Another important revelation that we see in the book of Revelation is chapter 22 verse 10. ഈ പുസ്തകം മുദ്രയിടരുത്. Don't seal the prophetic words of this book. ഈ പുസ്തകം മുദ്രയിടരുത്. This is an open book. ഇത് എപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരു പുസ്തകമാണ്. ഇതിനെ മുദ്ര ഒരിക്കലും ഇടുവാൻ പാടില്ല. You know, why does it say that don't seal the prophetic words of this book? Because this is a book that you're supposed to read as much as possible. ഏത് പുസ്തകമാണ് മുദ്ര ഇടണമെന്ന് ദൈവം പറഞ്ഞത്? What is the book that the Lord said that should be sealed? ദാനിയേൽ പുസ്തകം, ദാനിയേൽ പ്രവചനം എഴുതി കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലിയൊരു നിർദ്ദേശം ദാനിയേലിന് ദൈവം കൊടുത്തു. You know, after God gave the revelation to Daniel, Daniel is given a very strong instruction. Daniel 12:3 and 4 we read. Daniel chapter 12 verse 3 and 4 we read. I'll read verse 4. Yeah. But you, Daniel, keep these words secret and seal the book until the time of the end. അവസാനം വരെ ഈ പുസ്തകം മുദ്രയിടുക എന്നാണ് ദാനിയേലിനോട് ദൈവം കൊടുത്തത്. കാരണം എന്താണ്? ഐ ബിലീവ് കർത്താവായ യേശു ക്രിസ്തു 600 വർഷങ്ങൾക്ക് 700 വർഷങ്ങൾക്ക് മുമ്പാണ് ദാനിയേൽ ജീവിച്ചിരുന്നത്. കർത്താവ് അന്നും ലോകത്തിൽ വന്നിട്ടില്ല. പല സീക്രട്ടുകളും ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞത് മനുഷ്യൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറയാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് ദൈവം അത് സീൽ ചെയ്യുവാൻ പറഞ്ഞത്. എന്നാൽ അന്ത്യകാലത്ത് അതിൻ്റെയൊക്കെയും പൊരുകൾ കാര്യങ്ങളൊക്കെയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. You know, why did God explicitly tell Daniel to seal the book? Because the Lord Jesus Christ has not yet come into this world, and the things that are mentioned in this book is probably difficult for the people to understand. So Daniel is very specifically told to seal the words of this book. ദാനിയേലിനെ ദൈവം അനുഗ്രഹിച്ച് ഈ ലോകത്തിൽ നിന്ന് വിടുകയാണ്. ദാനിയേൽ പ്രവചനം ഞാൻ പറയട്ടെ, അത് ഇതിനോട് ബന്ധപ്പെട്ടാലും ദാനിയേൽ 12:13 13 ഭാഗത്തിൽ നാം വായിക്കുന്നത് ഒരു കാലാവസാനത്തെ കുറിച്ച് ദൈവം ദാനിയേലിനെ അറിയിക്കുന്നതായി നാം കാണും. And after Daniel was told to specifically seal the book, Daniel is sent away with a blessing because there is a destiny that God talks about at the end of the days. നീ കാലാവസാനത്തിൽ നിന്റെ ഓഹരി വാങ്ങുവാൻ എഴുന്നേറ്റ് വരും. But as for you, go on your way to the end. You'll rest then
rise to your destiny at the end of the days. ഈ പുസ്തകത്തിൽ അടുത്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ത്യകാലം സമയം അടുത്തിരിക്കുന്നുവെന്നും പല പ്രാവശ്യം ഈ പുസ്തകത്തിൽ പറഞ്ഞു. സമയം അടുത്തിരിക്കുന്നു, മെയിൻലി സമയം അടുത്തിരിക്കുന്നു. It talks about end times, and one of the phrases that's constantly repeated is that the time is near. The time is near. പ്രിയമുള്ളവരെ, സമയം അടുത്തിരിക്കുന്നുവോ? Dear, നമ്മളെ തന്നെ ഒന്ന് നോക്കാം, സമയം അടുത്തിരിക്കുന്നുവോ? ഇത് പറയാൻ തുടങ്ങിയിട്ട് 2000 വർഷങ്ങളായി. സമയം അടുത്തിരിക്കുന്നുവോ? we've been reading and telling this that time is near for over 2000 years, but we can look into our lives and ask the same question, dearly beloved, is the time near? കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമുള്ള സമയങ്ങളെല്ലാം കൃപയുടെ യുഗങ്ങളാണ്. The time after the resurrection of the Lord Jesus Christ is the period of grace. ആ കൃപായുഗത്തിന്റെ ഏത് സമയത്തും കർത്താവായ യേശു ക്രിസ്തുവിന് തിരിച്ചു വരാം. Anytime in this period of grace, our Lord Jesus Christ can return. ദൈവം തരുന്ന ഈ സമയങ്ങൾ ദൈവത്തിന്റെ കൃപ എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കുവാൻ കഴിയൂ. The time that's assigned to us, all we can think of it is the grace of God. ജാതികളുടെ സംഖ്യ തികയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് മടങ്ങി വരും. When the numbers of the Gentiles are fulfilled, our Lord will return. അന്ത്യകാലത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 1-2 വേദവാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതില് മെയിൻലി 2 തിമോത്തി 2 തിമോത്തിയോസിന്റെ 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യം. 2 Timothy chapter 3 verse 1 through 5. But know this, difficult times will come in the last days, for people will be lovers of self, lovers of money, boastful, proud, blasphemers, disobedient to parents, ungrateful, unholy, unloving, irreconcilable, slanderous, without self-control, brutal, without love for what is good, traitors, reckless, conceited, lovers of pleasure rather than lovers of God, holding to the form of godliness but denying its power. Avoid these people. പ്രിയമുള്ളവരെ, ഈ വാക്യം എനിക്കിവിടെ വിശദീകരിക്കാൻ സമയമില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ ഉണ്ടാകും. Difficult times will come in the last days. എന്താണ് നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങൾ? What happens around us? What is happening around us? And you see this list. How it happens around. മനുഷ്യൻ എത്രയോ മാറി. മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് എത്രയോ മാറിയിരിക്കുന്നു. How much has man's attitude changed? ഇത്ര ഞാൻ പറഞ്ഞ കാര്യം നിർത്തുകയാണ്. നിങ്ങളുടെ ചിന്തയ്ക്കായി ഞാൻ വിടുക. I'll leave the rest to your study. എബ്രായലേഖനം 1:2 എബ്രായ ലേഖനകാരൻ പറയുന്നു ഇത് അന്ത്യസമയമാണെന്ന് പറയുന്നു. Hebrews chapter 1, we read that these are the last days. In chapter 1 verse 2. ഞാൻ എൻ്റെ മുമ്പിൽ just 5 minutes. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞതിന് ശേഷം ഇനിയും വെളിപ്പാട് പുസ്തകത്തിനെ ഒന്ന് ടച്ച് ചെയ്ത് 1-2 വേർഡുകൾ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. I'm going to end by quickly going through the rest of the Revelation, or the book of Revelation. 4 മുതൽ 22-ാം അധ്യായം വരെ ഇനിയും ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളുടെ വിവരണം യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. From chapter 4 through 22, the details of what is to happen is what we see there. 4-5 അധ്യായം. ഇന്ന് 4-ാം അധ്യായത്തിൽ നിന്ന് ബ്രദർ ആർക്കെ ജോൺ ബ്രദർ സംസാരിക്കുകയുണ്ടായി. Brother Archangel spoke from chapter 4 this morning. അത് സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയുടെ ചിത്രമാണ് അവിടെ യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. It's a picture of the worship that's happening in the heaven. That's what we read in chapter 4. ആരാധനയ്ക്ക് 2 വശങ്ങളുണ്ട്. ഒന്ന് സൃഷ്ടിതാവായ കർത്താവിനെ ആരാധിക്കുന്നതും പിന്നെ നാം കാണുന്നത് പുസ്തകം വാങ്ങുവാനും മുദ്ര വെട്ടിപ്പാനും യോഗ്യനായ യേശു ക്രിസ്തുവിനെ അവിടെ നാം കാണുന്നു. What we read there is the one that where the creator God is worshipped, and then it sees that he's worthy because he's worthy to receive and open the scrolls. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ മഹാപീഡനം, ട്രിബുലേഷൻസ്. Chapter 6 through 18 talks about the time of tribulation. Chapter 20 വെള്ളസിംഹാസനവും ന്യായവിധിയും. Chapter 20 talks about the great white throne and the judgment.
ചാപ്റ്റർ 22 1 and 2 യോഹന്നാൻ കാണുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. In chapter 22, verse 1 and 2, you see the new heavens and the new earth that Apostle John sees. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് ഡീറ്റെയിൽസ് സംസാരിക്കണമെന്ന് വളരെയേറെ മണിക്കൂറുകൾ തന്നെ എടുക്കും. നമ്മുടെ മുമ്പിൽ വെറും 30 മിനിറ്റ്സേ ഉള്ളൂ. ഞാനിവിടെ അവസാനിക്കുകയാണ്. പല പ്രോഗ്രാം നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ വളരെ പ്രത്യാശയുള്ളവരായി ജീവിക്കണം. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് 50 years ബാക്ക്. അന്ന് കൺവെൻഷനൊക്കെ ഞാൻ മിക്കവാറും കൺവെൻഷന് പോകുന്ന ഒരു വ്യക്തിയാണ്. അന്നെല്ലാം സാറ്റർഡേ ഉള്ള മെസ്സേജ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള മെസ്സേജാണ്. You know, to talk about Revelation will take a long time, and we are short on time. But I was thinking about the times growing up that I would go into gospel meetings, and almost always the message on Saturday evening would be from the book of Revelation. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. Let's prepare ourselves for the coming of our Lord. മാത്യു ചാപ്റ്റർ 21 വേഴ്സ് 1 നമ്മൾ 10 കന്യകമാരെ കുറിച്ച് നാം വായിക്കുന്നു. In Matthew chapter 21, we read about the 10 virgins. 5 പേര് അവരുടെ വിളക്കിൽ എണ്ണ കരുതിയിരുന്നു. You know, we see the 5 that were ready with oil for their lamps. 5 പേർക്ക് അത് സാധിച്ചില്ല. The other 5, they were not ready. സാധിക്കാത്തവർക്ക് കർത്താവിനെ എതിരേൽപ്പാൻ സാധിച്ചില്ല. And who is not ready, you cannot receive the Lord. ചെറിയാൻ സാർ ഇങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, അതും പാടി ഞാനിവിടെ നിർത്തുകയാണ്. പാടുകയല്ല, ഞാൻ പറയുക. He's gonna quote a Malayalam song a lot because it's difficult to translate some of these songs. But ജഡത്തിന്റെ പ്രവർത്തികൾ സംഹരിച്ചു നാം പൊരുതണം സാത്താന്യ സേനകളെ. We'll fight for Satan. yeah, to suppress our flesh and fight against Satan and his enemies. ജയിക്കുന്നവന് ജീവപറുദീസിൽ ജീവകനി ലഭിക്കും. The one who is victorious will get the crown of life in heaven, in paradise. ദീപം തെളിയിച്ചു കാത്തിരിപ്പീൻ ജീവനാഥനെ എഴുന്നേൽപ്പാൻ. Light your lamps and await the return of your Lord. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവനാമമായിട്ട് പ്രമാണം. Thank you. May the Lord bless us with these words, and may we be ready for his return. Thank you. Thank you. I'm going to ask if Brother Georgie, if you could close us in prayer and pray for, especially as pray for baby Ariella, the folks that are sick in our assembly, and also for my parents. Eternal God, our loving Heavenly Father, we praise you and thank you for the time you have given us to spend in your presence. We praise you for the message we heard from Brother Abraham Matthew. We were thinking about your second coming and how prepared we should be. Oh Lord, many times the cares of this world deviate our focus from you. Forgive us for all our failures and shortcomings. Enable us to live for the glory of God and be prepared for your second coming. The Lord himself shall come with a shout, with the voice of the archangel and the trumpet of God, and the dead in Christ shall rise first. Then we which are alive and remain shall be caught up together with them to be with the Lord forever. This is our hope, and help us to renew our hope all the time. We especially pray for our dear ones in this assembly, especially for our child Ariella. Oh Lord, we pray that your healing hand touch her and immediately give her complete relief and recovery from whatever sickness she has in her body. We also pray for other members of our church who are not feeling well. We commit them to your loving hands. Especially today, thank you for bringing Skaria Chan and Amama back to this assembly after a few weeks of absence. He had not been feeling well in the days past, but today we celebrate with him
for all the goodness and mercies you have shown in their life. There are many more things to be prayed for. There's a lot of persecution going on, especially in different parts of the world. We pray for your children who are laboring for you in your vineyard, that you may help them and protect them, and many may come to the saving knowledge of Jesus Christ. We commit each and everything to your loving hands. Thank you for the visitors we have today. You may bless them also. We ask all these things in the precious name of our Lord and Savior Jesus Christ.